നമസ്തേ, ഞാൻ പ്രൊഫസർ വി ടി രമ. തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലെ ഭക്തജനങ്ങളെ പൊങ്കാല ആശംസകൾ അറിയിക്കാൻ വേണ്ടി സംസാരിക്കുകയാണ്. മാർച്ച് 13-നാണ് ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല. ആ പൊങ്കാല മഹോത്സവത്തിൽ തിരുസന്നിധിയിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്ത ദൂരെ താമസിക്കുന്ന ഭക്തജനങ്ങൾ മനസ്സ് ദേവിയിൽ അർപ്പിച്ച് സ്വന്തം തട്ടകത്തിൽ പൊങ്കാലയിടുന്നുണ്ട്. മാർച്ച് 13-ന് ചെന്നൈയിലെ മീനമ്പാക്കം ഗ്രൗണ്ടിൽ ചെന്നൈയിലുള്ള ദേവി ഭക്തരായ സ്ത്രീജനങ്ങൾ പുതിയ മൺകലം വാങ്ങി അരിയും ശർക്കരയും നെയ്യുമൊക്കെ ചേർത്ത് സ്വന്തം കൈകൊണ്ട് വേവിച്ച് ഭഗവതിക്ക് പൊങ്കാലയർപ്പിക്കുകയാണ്. ഒരു നാടിന്റെ മുഴുവൻ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ധാന്യ നിറവിനും ദാരിദ്ര്യമില്ലാത്ത സമൃദ്ധിക്കുമൊക്കെ അമ്മയുടെ അനുഗ്രഹമാണ് നമ്മൾ എന്നും ആഗ്രഹിക്കുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ പൊൻകാല മഹോത്സവം യഥാർത്ഥത്തിൽ ഭാരതത്തിലെ സ്ത്രീകൾ നേരിട്ട് ഒരു ഇടനിലക്കാരനില്ലാതെ ദേവിക്ക് പൂജാദ്രവ്യം സമർപ്പിക്കുന്ന അത്യപൂർവമായ ഒരു ചടങ്ങാണ്. ഏതൊരു ക്ഷേത്രത്തിലും പൂജാരിയുടെ സാന്നിധ്യത്തിൽ നിവേദിക്കുന്ന നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുമ്പോൾ പൊങ്കാലയിലൂടെ ഇവിടുത്തെ അമ്മമാർ ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ദേവിക്ക് മുന്നിൽ സ്വയം ദേവിമാരായി വ്രതശുദ്ധിയോടുകൂടി പൊങ്കാലയിടുകയാണ്. അതാണ് ഭാരതത്തിലെ സ്ത്രീകളുടെ പ്രത്യേകത. അമ്മ ശ്രീമാത എന്ന ദേവിയായിട്ട് ഉയരുന്ന തലത്തിലേക്ക് സ്ത്രീയെ കാണുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീക്ക് നേരിട്ട് പൂജ അർപ്പിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായത്. ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് മാത്രമല്ല, ഭാരതത്തിലുടനീളം ഭക്തജനങ്ങൾ അവരവരുടെ സ്ഥലങ്ങളിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ ഭക്തിയോടുകൂടി ദേവിയെ പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ചെന്നൈയിലെ ഹൈന്ദവ സാംസ്കാരിക ആധ്യാത്മിക വിശ്വാസികളുടെ സംഘടനയായ സത്സംഗമ ഇങ്ങനെയൊരു പൊങ്കാല മഹോത്സവത്തിനു വേണ്ടി മീനമ്പാക്കം ഗ്രൗണ്ടിൽ സംവിധാനമൊരുക്കുമ്പോൾ അഭിമാനമുണ്ട്. ആ അഭിമാനത്തോടു കൂടി തന്നെ നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഈ പൂജാവിധിയിൽ പൊങ്കാല മഹോത്സവത്തിൽ മനസ്സുകൊണ്ട് സന്നിഹിതയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.